നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നു ഒടുവില് വിനീത് ബിരിയാണി ഉണ്ടാക്കുവാണ്. ബിരിയാണി ഉണ്ടാക്കാന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കേറി ഏറ്റെടുത്താണ്. പക്ഷെ വിനീത് ഓർത്തില്ല ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. ഒടുവില് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പേലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിനീത് എന്ത് ചെയ്തു? ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഗെയിം കഴിയുന്തോറും ഇന്ന് താൻ ജയിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബിരിയാണി അങ്ങോട്ട് കയറി അടി പിടിച്ചു. പക്ഷെ അത് വിനീത് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നീളയും അതുപോലെ ഗംഗ എല്ലാരും കൂടെ വിശന്നിരിക്കുക. ഇപ്പൊ റെഡിയാവും, ഇപ്പൊ വിളിക്കൂന്ന് ഓർത്ത് കരുതിയിരുന്നിട്ടാണെങ്കിലോ വിളിക്കുന്നുമില്ല. ആ സമയത്താണ് കാവേരിയുടെ വരവ് അങ്ങോട്ടേക്ക്. കാവേരി ആകപ്പാടെ ദേഷ്യത്തോട് വിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ. കാവേരിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരദ ചോദിച്ചു, ഇതെന്താടി നിന്റെ മുഖത്ത് കടന്നലോ ഒത്തിയെന്ന് ചോദിച്ചു. കടന്നലല്ല, അവളുണ്ടല്ലോ ആ രാഗിണി, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാഗിണിയോ? ആ ജയപാലന്റെ മോള്, അവളെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. അവളെയോ? അവളെ എങ്ങനെയാണ് നീ കണ്ടത്? ഒന്നും പറയണ്ട, പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അവളുടെ ഒരു കാറിന്റെ അഹങ്കാരം അവൾ എന്റെ ദേഹത്ത് ചെളുതെറിപ്പിച്ചിരിക്കുന്നു. ദേ ഞാനും വാങ്ങും, ഈ കാവേരി വാങ്ങും കാറ്, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാവേരി ആരാന്ന് എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെടുവാണ്. ആ സമയം ഗംഗ പറഞ്ഞു, എന്തിനാ കാവേരി നീ വെറുതെ അവളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? ദേ ഗംഗേച്ചി, ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അതും അവളല്ലേ? എന്നിട്ടിപ്പൊ എന്നെ കുറ്റപ്പെടുത്തുവാണോന്ന് ചോദിച്ചു. അല്ല, അത് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ കാണിച്ചു കൊടുക്കാം അവളെ. എന്താണെങ്കിലും അവൾക്കൊട്ടൊരു പണി കൊടുത്തിട്ടാ ഞാൻ പോന്നേന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് നീള പറഞ്ഞു, അയ്യോ ഇതുവരെയായിട്ടും വിനീതേട്ടൻ ബിരിയാണി റെഡിയാക്കിയില്ലാന്ന് തോന്നേ. ബിരിയാണിയോ? അതെ, ഇവൾക്ക് ബിരിയാണി കഴിക്കണം എന്ന് ഒരേ നിർബന്ധം. വിനീതേട്ടൻ ഉണ്ടാക്കാന്നും പറഞ്ഞു കയറിയെന്ന് പറഞ്ഞു. അതിന് വിനീതേട്ടന് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവോ? ഉണ്ടാക്കാൻ അറിയാന്നൊക്കെ പറഞ്ഞേ. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് വിനീത് ഗെയിം കളിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് കാവേരിച്ചു, വിനീതേട്ടാ ബിരിയാണി റെഡിയായോ? അതൊക്കെ എപ്പോഴേ റെഡിയായെന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ആഹാ, എങ്കിൽ പിന്നെ കഴിച്ചാലോ, നമുക്ക് അവിടെയാണെങ്കിൽ എല്ലാവരും വിശക്കുവാന്നും പറഞ്ഞിരിക്കുക. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ തുറക്കാന്നൊക്കെ പറഞ്ഞു. കുക്കറൊക്കെ അടച്ചു വെച്ചിരിക്കുവല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ ഇതെല്ലാരെയും കൂടെ വിളിച്ചു. ബിരിയാണി അങ്ങനെ തുറക്കുവാണ്. കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു കരിഞ്ഞ മണം ഇങ്ങോട്ടേക്ക് വന്നു. കരിഞ്ഞ മണോ? മുമ്പേ നല്ല മണമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ മണം വന്നേ? വിനീതിനൊന്നും മനസ്സിലായില്ല. കുറച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞ് പുകഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അയ്യോ ഇതെങ്ങനെ അടി പിടിച്ചേ? ഇതെനിക്ക് അറിയുണ്ടായിരുന്നില്ലല്ലോ. നീള പറഞ്ഞു, എന്താ വിനീതേട്ടാ അത്? വിനീതേട്ടനും ബിരിയാണി ഉണ്ടാക്കാന്ന് അറിയാവുന്നോണ്ടല്ലേ? അല്ലേ ദേ അമ്മ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നേനം. അമ്മയുടെ കൈ മേലെങ്കിലും അമ്മയെ കൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിച്ചേനം. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? വിശന്നിട്ട് കണ്ണുപോലും കാണത്തില്ല. ഗംഗ പറഞ്ഞു, അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ശാരദ പറഞ്ഞു, ഇനിയിപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി, അല്ലാതെ ഇപ്പൊ എന്താവാനായിട്ടാ? രാധ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ കറി ഉണ്ടാക്കാന്ന്. അങ്ങനെയാണ് ചിക്കൻ കറിയും വെച്ച് ചോറ് വെക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കഴിക്കായിരുന്നു. ഇപ്പൊ ആണ്ട കിടക്കണു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു. വിനീതിന് ആകെപ്പാടെ നാണക്കേട് തോന്നി. കാവേരി പറഞ്ഞു, ബിരിയാണിയുടെ കാര്യമല്ലേ, നിളയ്ക്ക് കഴിക്കണമെന്നല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, പോയി പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കാവേരി അവിടെ ഒന്നും കൂടെ പോയി. ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നിയ ബിരിയാണി കഴിച്ചല്ലേ മതിയാവുള്ളൂ. നിളയ്ക്കാണെങ്കിൽ ബിരിയാണി വേണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. ആ സമയത്ത് രാഗിണി വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ രാഗിണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയപാലനും അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം രാഗിണി ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. രാഗിണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓടിച്ചെന്ന് ജയപാലൻ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോള് വന്നോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. ഇതേ സമയം അകത്തു പോയിട്ട് പ്രവീണ ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞാണ് രാഗിണി അകത്തേക്ക് സ്വീകരിക്കുന്നത്. ആ സമയത്ത് ജയപാലൻ ചോദിച്ചു, ഇതെന്താ മോളെ ഒരറിയിപ്പില്ല നീ വന്നേ? അതെന്താ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ നേരത്തെ മുൻകൂർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ എൻ്റെ അച്ഛാ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല, പഠിത്തമൊക്കെ തീർന്നില്ലേ, ഇനിയിപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രവീണ് പറഞ്ഞു, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്തണം, ഇനി ഇതിങ്ങനെ വെച്ച് താമസിപ്പിച്ചു കൂടാന്ന് പറഞ്ഞു. കല്യാണോ? അല്ല പിന്നെ കല്യാണം പിന്നെ നടത്തണ്ടേ, ഇതങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് രാഗിണി പറഞ്ഞു, ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരുത്തിയെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ കാവേരിയെ. കാവേരിനെയോ? അതെ, കാവേരിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുമായിട്ട് ഒരോടൊക്കെ ഉണ്ടാക്കിയിട്ടാ വന്നേന്ന് പറഞ്ഞു. പിന്നീട് വഴി നടന്ന കാര്യങ്ങളൊക്കെ പറയണം.
എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജയബാലൻ പറഞ്ഞു, അവൾ കുറച്ച് നാളായി കിടന്ന് കളിക്കുന്നേ, അവൾക്കിട്ടുള്ള പണി എന്താളും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്താളും അവൾക്കിട്ട് പണി കൊടുക്കും. അവൾ ഇന്ന് നന്നാവും ഓർത്തിട്ട് രക്ഷയില്ല. അവൾ നമുക്ക് തടസ്സമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതങ്ങനെ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് രാഗിണി പറഞ്ഞു, കൊടുക്കണം അച്ഛാ, അവൾക്കിട്ടുള്ള അടി കൊടുത്തേ മതിയാവുള്ളൂ. അവളുടെ അഹങ്കാരം ചില്ലറയൊന്നുമല്ല. അവളുടെ അച്ഛൻ മരിച്ചു പോയാലും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവൊന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് രാഗിണി ദേഷ്യത്തോടെ അകത്തേക്കും കൂടെ കയറിപ്പോന്നേ. ഈ സമയത്ത് നിവിൻ്റെ അടുത്ത് എന്നിട്ട് സത്യനാഥൻ പറഞ്ഞു, എടാ മോനെ, നിന്റെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ട് വന്നു. എന്താ കാര്യം അച്ഛാ? നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച്. കല്യാണമോ? എനിക്കാ? എൻ്റെ അച്ഛാ, ഞാനിങ്ങനെ നടക്കുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു രാജേശ്വരി പറഞ്ഞു. ജയബാലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, രാഗിണി വന്നായിരുന്നു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. നിവി ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണേ? അവളുമായിട്ട് എൻ്റെ വിവാഹമോ? എനിക്ക് അവളെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അമ്മ പിന്നെ എന്ത് വർത്താനേ പറയണേ? എടാ ദേ, എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ച് കെട്ടരുത് നീ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഇഷ്ടത്തിനല്ല കാര്യങ്ങൾ നടക്കുന്നേ, ഇവിടെ എൻ്റെ ഇഷ്ടത്തിനാ. അമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. എൻ്റെ അച്ഛാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം എങ്ങനെയാ ജീവിതകാലം മൊത്തം ജീവിക്കുക? എനിക്ക് അവളെ ആ കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. എനിക്കല്ലേലും അവളെ അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേശ്വരി സത്യനാഥനോട് പറഞ്ഞു, ദേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ താളത്തിനൊത്ത് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ, നിന്റെ അമ്മ പറഞ്ഞല്ലേ, നീ അങ്ങ് സമ്മതിച്ചേരെ. ഇനിയിപ്പം എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കില്ലെന്ന് പറഞ്ഞു. അച്ഛാ, എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം? എടാ, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. ആ അഴിഞ്ഞാട്ട പെണ്ണിന്റെ കൂടെ നടക്കുമല്ലേ നീ? അവളെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കൂലേ? അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോഴേക്ക് സത്യനാഥൻ ചോദിച്ചു, അതാരടാ? എൻ്റെ അച്ഛാ, അതാ അരവിന്ദനങ്ങളുടെ മോള് കാവേരിയെക്കുറിച്ച് അമ്മ പറയണേ. അവള് നല്ല കൊച്ചാന്നേ, അമ്മ പറയുന്ന പോലൊന്നും അല്ല. അമ്മ ചുമ്മാ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന. പിന്നെ നല്ല കൊച്ച, എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. ഞാൻ വെള്ളം വെച്ചു തന്ന ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നിവിന് ആകെപ്പാടെ വിഷമായി. നിവിന് ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ സത്യനാഥൻ ചോദിച്ചു, എടി ഇത് വേണോ? അവന് ഇഷ്ടമില്ലേ? പിന്നെ ദേ ഏട്ടനകത്ത് ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് രാജേശ്വരി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് നിവിനാണെങ്കിലോ കാവേരിയുടെ ഇഷ്ടം. കാവേരിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. കാരണം കുറേ നാളത്തെ ആഗ്രഹമാണ്. പക്ഷെ താൻ കൊടുത്തിട്ടുണ്ട്, അവൾ വാങ്ങുമോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എന്താ കൊടുക്കണ്ടേ? അവൾക്കൊരു സാരി വാങ്ങിക്കൊടുത്താലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഒടുവിൽ എന്ത് ചെയ്തു? നിവിൻ പോയി ഒരു സാരി വാങ്ങി. നല്ല അടിപൊളി ഒരു സാരി, കാവേരിക്ക് ചേരുന്നൊരു കളർ സാരിയൊക്കെ വാങ്ങി. പക്ഷെ ഇതെങ്ങനെ അവൾക്ക് കൊടുക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഒരു കാര്യം ചെയ്യാം, യമുന ഇന്ന് കോളേജ് വന്ന് കാണും, യമുനയുടെ കൈ കൊടുത്താലോ കാവേരിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഒടുവിൽ എന്ത് ചെയ്തു? നിവിന് യമുന പഠിക്കുന്ന കോളേജിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യമുന ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ യമുനയും കൂട്ടുകാരിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി നടന്നു വരുവാണ്. ഈ സമയത്ത് യമുനയെ നോക്കിയിട്ട് കൂട്ടുകാർ പറഞ്ഞു, ദേ ആ നിവിൻ അവിടെ വന്ന് നിൽപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിവിനാണോ? അതെന്തിനാ? എന്തിനാന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? പൂമ്പാറ്റ് എവിടേക്കാ വരുന്നത് എനിക്ക് അറിയത്തില്ലടി. പൂവുള്ളിടത്തല്ലേ പൂമ്പാറ്റ് വരുള്ളൂ എന്ന് ചോദിച്ചു. നീ എന്താ ഈ പൂമ്പാറ്റ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും മനസ്സിലാകാത്ത പോലെ. അങ്ങനെ ഒടുവിൽ അവര് നിവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും നിവിൻ യമുനയോട് ചോദിച്ചു, സുഖമാണെന്ന് ചോദിച്ചു. അതെന്താ നിവിനേട്ട ഇപ്പം അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനേ വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞു. അല്ല, ഇതെന്താ നിവിനേട്ടൻ ഇവിടെ? ഞാൻ യമുനയെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. എന്നെ കാണാനോ? എന്തിന്? അപ്പോഴേക്കും നിവിന് കയ്യിലിരുന്ന് ആ പാക്കറ്റ് അങ്ങെടുത്ത് കൊടുക്കുകയാണ്. അതെ, ഇത് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതെന്താ? അല്ല, ഇതൊരു ഗിഫ്റ്റാന്ന് പറഞ്ഞു. ഗിഫ്റ്റോ എന്ന് യമുന ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരി യമുനയെ നോക്കി, ഗിഫ്റ്റൊക്കെ കൊടുക്കാറായോ എന്നൊരു ചിന്തയോട് കൂടി നോക്കുന്നേ. പക്ഷേങ്കിൽ അത് ആർക്ക് വേണ്ടിയാ? കാവേരിക്ക് വേണ്ടിയാന്നുള്ള കാര്യങ്ങളൊക്കെ അവനല്ലേ അറിയത്തുള്ളൂ. അപ്പോഴേക്കും യമുന ചോദിച്ചു, അല്ല ഇതെന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇത് നീ ഒരു കാര്യം ചെയ്യണം, കാവേരി ചേച്ചിയെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിൻ്റെ. കാവേരി ചേച്ചിക്കോ? അതെ, ഇത് കാവേരിക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യമുന നിവിനെ ഒന്ന് നോക്കുവാണ്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.